ഗൾഫിൽ ബഹ്റൈനിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ആഘോഷത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. കേരളത്തിൽ മാത്രം ജീവിച്ചു വളർന്നവർക്ക് ഇത് കണ്ട് പരിചയം ഉണ്ടാവില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇത് ആഘോഷിക്കുന്ന ജനവിഭാഗം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെ പബ്ലിക്കായി ബഹ്റൈനിൽ ആഘോഷിക്കുന്നത് പോലെ ഗൾഫിൽ ഒരിടത്തും ഈ ആഘോഷം ആഘോഷിക്കപ്പെടുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത്, ഇത് ആഘോഷിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനതയിൽ ഭൂരിഭാഗമാണവർ. അതുകൊണ്ടാണ് നമുക്കിതിവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതുപോലെ തന്നെ ഷിയ സുന്നി വ്യത്യാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, ഷിയ സുന്നി വിഭാഗങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ ഷിയാക്കളും സുന്നികളും പരസ്പരം മുസ്ലിങ്ങളല്ല എന്ന് പരസ്പരം ആരോപിക്കുന്ന വിഷയമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മൾ പോകുന്നത് ഈ ആഘോഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഷിയ സുന്നി എന്താണ് പ്രധാന വ്യത്യാസം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ തോരണങ്ങൾ കണ്ട കൊടിത്തോരണങ്ങൾ, ഇത് ബഹ്റൈനിൽ നിങ്ങൾക്ക് എല്ലാവിടെയും തന്നെ നമുക്ക് കാണാൻ കഴിയും. മുഹറം എത്തുന്നതോടെ ദുഃഖത്തിൻ്റെ പ്രതീകമായ കറുപ്പ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടും. ഇസ്ലാമിക ചന്ദ്രമാസ കലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറത്തിലെ 10ാം ദിവസമാണ് ആശുറ എന്നറിയപ്പെടുന്ന ഈ ആഘോഷം നടക്കുന്നത്. സുന്നികൾ ഇത് ആഘോഷിക്കാറില്ല. സുന്നികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള അർത്ഥത്തിലല്ല ആഗോളതലത്തിൽ ഇത് കാണുന്നത്. കേരളത്തിൽ സുന്നി, മുജാഹിദ്, ജമാഅത്ത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ മുസ്ലിങ്ങളെ വേർതിരിച്ച് പറയാറ്. എന്നാൽ ഇവരൊക്കെ സുന്നികളാണ്. ലോകാടിസ്ഥാനത്തിൽ സുന്നികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലാണ് കേരളത്തിലെ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ഉൾപ്പെടുന്നത്. സുന്നികൾ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാറുണ്ടെങ്കിലും ഷിയാക്കളെ പോലെ ആഘോഷിക്കാറില്ല. അതുപോലെ ഇങ്ങനെ കറുത്ത തോരണങ്ങൾ തൂക്കി ദുഃഖാചരണവും നടത്താറില്ല. ദൈവസഹായത്തോടെ പ്രവാചകൻ മൂസ ഇസ്രായേൽ ജനതയെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് സുന്നികൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് രക്തസാക്ഷി ദിനമാണ്. മുഹറം 10 ഇറാഖിലെ കർബലയിൽ നടന്ന യുദ്ധത്തിൽ ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ടതിൻ്റെ ദുഃഖാചരണമാണ് ഷിയാക്കൾക്ക് മുഹറത്തിലെ ആഷുറ. പൊതുനിരത്തിലുള്ള ഇത്തരം ഘോഷയാത്ര ഗൾഫിൽ വേറൊരിടത്തും കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഭരണകൂടം സുന്നി ആശയക്കാരാണെങ്കിലും ഷിയാക്കളുടെ ആശുറ ആഘോഷങ്ങൾക്ക് ധനസഹായം നൽകാറുണ്ട്. മുഹറം 1 മുതൽ തന്നെ ഷിയാക്കളുടെ പള്ളികളിലും മാത്തം എന്നറിയപ്പെടുന്ന പ്രത്യേക കെട്ടിടങ്ങളിലും മുഹറത്തിലെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയും നെഞ്ചത്ത് കൈയടിച്ച് ദുഃഖം ആചരിക്കുകയും ചെയ്യും. ഇമാം ഹുസൈൻ അനുഭവിച്ച പീഡനങ്ങളുടെ ഐക്യദാർഢ്യപ്പെട്ടും ഹുസൈൻ്റെ ദാരുണമായ അന്ത്യത്തിൽ വിലപിച്ചുമാണ് സിംബോളിക്കായി നെഞ്ചത്ത് കൈയടിക്കുന്നത്. എന്നാൽ ഇതിന് പകരം സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ദുഃഖാചരണം നടത്തുന്നവരും ഷിയാക്കളിലുണ്ട്. എല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ദൃശ്യം ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെ പരിക്കേൽക്കുന്നവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനാണ് അത്തരക്കാരുടെ കൂടെ ഈ ആംബുലൻസ് നീങ്ങുന്നത്. ഷിയാക്കളിലും ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഭൂരിഭാഗവും ഇങ്ങനെ പരിക്കേൽപ്പിച്ച് ദുഃഖാചരണം നടത്തുന്നതിന് എതിരാണ്. മുഹമ്മദ് നബിക്ക് ശേഷമാണ് ഷിയ സുന്നി വിഭജനം ഉണ്ടാകുന്നത്. മുഹമ്മദ് നബിയുടെ മരണശേഷം അടുത്ത ഭരണാധികാരിയാവേണ്ടത് പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണെന്നും മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവായ അലിയാണ് അതിന് യോഗ്യനെന്നും വാദിച്ചവരാണ് പിന്നീട് ഷിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷിയത്ത് അലി അഥവാ അലിയുടെ കക്ഷി അല്ലെങ്കിൽ പാർട്ടി എന്ന പേരിൻ്റെ ചുരുക്കമാണ് ഷിയ. അലിയുടെയും ഫാത്തിമയുടെയും മകനായ അഥവാ മുഹമ്മദ് നബിയുടെ പേരമകനായ ഹുസൈനെ ഉമവിയ ഭരണാധികാരിയായ യസീദിൻ്റെ പടയാളികൾ തലയറുത്താണ് കൊന്നത്. ഹുസൈൻ കൊല്ലപ്പെട്ട ശേഷം മുറിപ്പാടുകളുമായി തിരിച്ചെത്തിയ ഹുസൈൻ്റെ കുതിരയെ വിശുദ്ധ കുതിരയായിട്ടാണ് ഷിയാക്കൾ കാണുന്നത്. ആ വിശുദ്ധ കുതിരയുടെ പ്രതീകമാണ് ഘോഷയാത്രയിലെ ഈ കുതിര. ബഹ്റൈനിൽ ഉയർന്ന ചൂടും ഹ്യൂമിഡിറ്റിയും ഉണ്ട്. അത് കുറയ്ക്കാനാണ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. സാധാരണ എല്ലാ മതഘോഷയാത്രയിലും കാണാവുന്ന പലതും ഇവിടെയും കാണാം. എല്ലാവർക്കും ഭക്ഷണം ദാനം നൽകുക എന്നതും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം ഭക്ഷണദാന കേന്ദ്രങ്ങൾ പലയിടങ്ങളിലും കാണാൻ പറ്റും. ചിത്രപ്രദർശനം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. ചിത്രങ്ങൾ മിക്കതും കർബല യുദ്ധത്തിലെ ഹുസൈൻ്റെ രക്തസാക്ഷിത്വവും മർദ്ദിതരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമൊക്കെ ഉള്ളതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷിയ വിശ്വാസക്കാരുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇതൊക്കെ കാണാൻ അവസരം കിട്ടൂ. ലോക മുസ്ലിം ജനസംഖ്യയിൽ 15-20% ഇടയിലാണ് ഷിയാക്കളുടെ ജനസംഖ്യ. സുന്നികളും ഷിയാക്കളും തമ്മിലെ പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് ഖുർആനിന് പുറമെ ആത്മീയ നേതാക്കളെ കൂടി പിന്തുടരുന്നതാണ് ഷിയാക്കളുടെ രീതി. പള്ളിയിലെ ആരാധനയ്ക്ക് പുറമെ മക്ബറകളിൽ അഥവാ
ശവകുടീരങ്ങളിൽ പോയി പുണ്യാത്മാക്കളോട് പ്രാർത്ഥിക്കുക എന്നതും ഷിയാക്കളുടെ രീതിയാണ്. രാഷ്ട്രീയത്തെ മതത്തിൻ്റെ ഭാഗമായി കാണുന്നവർ കൂടിയാണ് ഷിയാക്കൾ.